എലിക്കാട്ടൂർ പാലം. ഇത് ഈ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് കൊണ്ടൂർ തൂക്കുവലം കഴിഞ്ഞിട്ട് തൂക്കുവലത്തിനെ കിട്ടി ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു പാലമാണ് എലിക്കാട്ടൂർ പാലം. ആണല്ലേ, നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുന്ന തന്നെ. ആണല്ലേ, ഇന്ന് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. ഡാം തുറന്നിട്ടിരിക്കുക, രണ്ട് ഷട്ടർ കുറച്ച് കണ്ട വെള്ളം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര വെള്ളം. മറ്റേ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഈ പാലം തൊട്ടില്ലെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് വെള്ളം. വെള്ളം ആയിക്കോട്ടെ പാലം, ഈ പാലത്തിൽ കൂടെ എന്താ എന്ത് ഭംഗിയുണ്ട്, അടിപൊളിയാണ്. പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പുറ സൈഡിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് പുതിയത്. അവിടെയാണ് മൊത്തവും കുട്ടികൾക്ക് കളിക്കാനും എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ്. എന്താ നമ്മളിന്നൊരു സ്പെഷ്യൽ യാത്രയ്ക്കാണ് പോകുന്നത്. എവിടെ അറിയോ? എവിടെയാണ് നമ്മളിപ്പം ഇതുവഴി പോവാണ്. ഏതാ ചാലിയക്കര വഴി ഉറുകുന്നു. അപ്പം നമ്മുടെ പുനലൂർ വഴിയല്ല പോകുന്നത്, നമ്മൾ ബൈ റൂട്ട് വഴിയാണ് പോകുന്നത്. അപ്പം നിങ്ങളെ കാണിക്കാം. അടിപൊളി. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയാം, ഉറൂന്ന് അമ്പനാട് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. വെറുതെ അങ്ങ് പോവുകയാണ്. ചുമ്മാ ഒരു രസം. ആർക്കാണ് ഒരു റൈഡ് ഇഷ്ടമുള്ളതായിരിക്കുന്നത്? ചുമ്മാ പോവാം. നമുക്ക് ഇപ്പോൾ പുനലൂർ വഴിയല്ല പോകുന്നത്, നമ്മൾ പോകുന്നത് ചാലിയക്കര വഴി. അതുവഴി കയറിപ്പോം. കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ. അടിപൊളി സീനുകൾ. എലിക്കാട്ടൂർ പാലത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇനി പോകുന്നത് ചാലിയക്കര എസ്റ്റേറ്റിലേക്കാണ്. ചാലിയക്കര എസ്റ്റേറ്റ്, AVTയുടെ വിശാലമായ തോട്ടം എസ്റ്റേറ്റ്. ആ യാത്രയിൽ നമ്മളിപ്പോൾ പുനലൂരിനടുത്തുള്ള നെല്ലിപ്പള്ളിയിൽ നിന്നും ഉള്ളിലേക്കായിട്ടുള്ള ഒരു റോഡുണ്ട്. പലവിധ ഗ്രാമങ്ങളിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പൊന്നോണത്തിൻ്റെ പകിട്ടാർന്ന മെഴുവാർന്ന ഗ്രാമങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങളെയും സവിനെയും സ്വാഗതം ചെയ്യുന്നു. പോകുന്ന വഴികളിൽ പലയിടത്തായി ഓണാഘോഷ പരിപാടികൾ കാണാം. ആ ആഘോഷങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് വിളക്കുവട്ടം ജംഗ്ഷൻ. ഇവിടെയും ഓണാഘോഷ പരിപാടികൾ നടക്കുക. വിളക്കുവട്ടം ജംഗ്ഷനും
ആഘോഷങ്ങളൊക്കെ കണ്ട് ക്ഷേത്രവും കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. വിളക്കുവട്ടം ജംഗ്ഷനും കഴിഞ്ഞ് നമ്മളിപ്പോൾ ചാലിയേക്കര എസ്റ്റേറ്റിലേക്കുള്ള പാതയിലാണ്. ചുറ്റും വനനിബിഡമായ അന്തരീക്ഷം. ഓർക്കുമ്പോൾ വിഷമമുള്ള കാര്യമാണെങ്കിലും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഇത് പറയാതെ വയ്യ. ഒരു കാലത്തിൽ കേരളത്തിനെ ഞെട്ടിച്ച ദുരഭിമാന കൊലക്കേസിലെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലമായിരുന്നു. അങ്ങനെ ചാലിയേക്കര എസ്റ്റേറ്റെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ ചുറ്റും കാണുന്നതെല്ലാം AVTയുടെ തോട്ടമാണ്. എസ്റ്റേറ്റ് ചാലിയേക്കര AVT എസ്റ്റേറ്റ്. പാത എപ്പോഴും വിജനമാണ്, പക്ഷേ ബസ് റൂട്ടുള്ള റോഡാണിത്. ചാലിയേക്കരയിലേക്കുള്ള ബസ് ഇതുവഴിയാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കായി ഇരുചക്രവാഹനക്കാരെയും കാണാം. വളഞ്ഞും പുളഞ്ഞും വളഞ്ഞും പുളഞ്ഞും വഴികൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ദൂരെയായി നമുക്ക് മലമേഖലകൾ കാണാം. മലകളും കുന്നുകളും എസ്റ്റേറ്റും കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. പകൽ വെളിച്ചത്തിൽ ഈ വഴിയുള്ള ദൃശ്യങ്ങൾ വശ്യതയുടെ മനോഹര ദൃശ്യങ്ങളായി മാറുമെങ്കിലും രാത്രി യാത്ര ഈ വഴി ഭീതിജനകമായിരിക്കാം. ഇതാണ് ചാലിയേക്കര എസ്റ്റേറ്റിലെ കുട്ടികൾക്കാണ്ടുള്ള സ്കൂൾ. മനോഹരമായ സ്കൂളാണ്. ചുറ്റു പ്രകൃതി ഭംഗിയും വളരെ വളരെ മനോഹരമാണ്. ആ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചാലിയേക്കര എസ്റ്റേറ്റിൻ്റെ മുന്നിലൂടെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ചാലിയേക്കര എസ്റ്റേറ്റിലൂടെ യാത്ര വളരെ മനോഹരമാണ്. കാരണം കുന്നും മലകളും ചെങ്കുത്തായ വഴികളും എസ്റ്റേറ്റും സ്കൂളും ക്വാർട്ടേഴ്സും ഒക്കെ തന്നെ വളരെ മനോഹരമാക്കുന്നു. പോകുന്ന വഴികളിലെല്ലാം തന്നെ AVTയുടെ ബോർഡ് കാണാം. കാരണം എല്ലാം AVTയുടെ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ നിന്നും ഇട സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ചാലിയേക്കര ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ചാലിയേക്കര ജംഗ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ മനോഹരമായ ജംഗ്ഷൻ. ചെറിയൊരു ജംഗ്ഷനാണ്. നമ്മളീ കാണുന്നതെല്ലാം AVTയുടെ ക്വാർട്ടേഴ്സാണ്. ക്വാർട്ടേഴ്സും സ്കൂളും എല്ലാം കടന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോകും. ഇടവശാലായ ക്ഷേത്രം കാണാം. വളരെ വളരെ മനോഹരമാണ്. അതും കടന്ന് നമ്മൾ വീണ്ടും പോവുകയാണ്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളിമണ വഴി നമ്മുടെ ലക്ഷ്യമായ പാണ്ഡവൻ പാറയിലേക്ക്. പാണ്ഡവൻ പാറ വഴികളെല്ലാം തന്നെ എപ്പോഴും വിജനമാണ്. എങ്കിൽ പോലും വശ്യതയാർന്ന മനോഹാരിത ഈ വഴികൾക്കും ഇവിടെ സൗന്ദര്യത്തിനുണ്ട്. വളവുകളും തെരുവുകളും വളരെയധികമാണ്. എങ്കിലും റോഡ് മനോഹരമാണ്. ബസ് റൂട്ടാണെങ്കിൽ പോലും ബസ്സൊന്നും കാണാനില്ല.
അപൂർവമായ ചില ടൂ വീലറുകളെ മാത്രം കാണാം. പിന്നെ വല്ലപ്പോഴും ഒരു കാർ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. ഇടതൂർന്ന പാതകളിലൂടെ, കനാൽ റോഡിൻ്റെ സൈഡിലൂടെ നമ്മൾ വീണ്ടും ഒരു ചെറിയ ജംഗ്ഷനിലെത്തി. ഈ കാണുന്ന പാലം മാമ്പഴത്തറയിലേക്കുള്ളതാണ്. ഇത് വെള്ളിമലയിലേക്കുള്ള റോഡാണ്. ഈ വഴിയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. എന്ത് മനോഹരമായ ദൃശ്യമാണ്. വളരെ വളരെ മനോഹരമായ. ചാലിയേക്കരയിൽ ചേരുന്ന മനോഹര ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വെള്ളിമല വഴി തെമ്മല റോഡിലൂടെയുള്ള ഉറുവന്നിലെത്തിയിരിക്കുകയാണ്. ഉറുവന്ന് ജംഗ്ഷനിൽ നിന്നും കുറച്ച് ഉയരത്തിലായിട്ടാണ് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പാണ്ഡവൻ പാറയിലേക്കുള്ള പാത. ഈ പാതയിലൂടെ നടന്നു വരുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിരുന്ന അടച്ചു വെച്ചിരുന്നു കാണാം. ശ്രീ ശിവപാർവതി ക്ഷേത്രം 900 മീറ്റർ. നമ്മൾ പാറയിലേക്കുള്ള പയനം ആരംഭിക്കുകയാണ്. നിരവധി അത്ഭുതങ്ങളുടെ കലവറയാണ് ഉറുകുന്ന പാണ്ഡവൻ പാറ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ. ഇവിടെ നമ്മൾ എത്തുമ്പോൾ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരേണ്ടതാണ്. കാരണം അപ്പോഴാണ് നമ്മളെ കാത്തിരിപ്പാട് നിരവധി അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത്. പൂജാരിയുടെ വെളിപ്പെടുത്തുന്ന ശങ്കരൻ ശങ്കരി എന്ന വണ്ട്, പിന്നെ ഉറുകുന്നിലെ പാണ്ഡവൻ പാറ ഗുഹ, ഇതൊക്കെയും അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇതൊക്കെ അറിയാൻ, അനുഭവിക്കാൻ പൂജാസമയമായ രാവിലെയോ വൈകിട്ടോ ആണ് സഞ്ചാരികൾ എത്തേണ്ടത്. വനമേഖലയാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രമാണ്. ഇവിടെ നിരവധി കുരങ്ങുകളുണ്ട്, ഉടുമ്പുണ്ട്, നിരവധി കാട്ടുമൃഗങ്ങളുണ്ട്. എല്ലാം നിരവധി. കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് നടന്നു കയറാം. കോൺക്രീറ്റ് പാത അവസാനിക്കുന്നിടത്തു നിന്നും വിജനമായ പാത തുടരുകയാണ്. പാറക്കല്ലുകളാൽ ഇടയ്ക്കപ്പെട്ട പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്.
കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് ശുദ്ധവായുവും ശ്വസിച്ചുകൊണ്ട് ഈ കാനനപാതകൾ നമ്മൾ പിന്നിടുമ്പോൾ നിരവധി കാഴ്ചകളുടെ സ്വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് നമ്മളെയും കാത്തിരിക്കുകയാണ് പാണ്ഡവൻ പാറ. കാനനത്തിന് ദൃശ്യഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് കാനനപാതയിലൂടെ നമ്മൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്. ഈ കാണുന്നത് പാണ്ഡവൻ പാറയിലേക്ക് വഴിയുടെ മറ്റൊരു ഭാഗമാണ്. മരങ്ങളിലൊക്കെ നിരവധി വാനരന്മാരെ കാണും. കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും പാണ്ഡവൻ പാറയിലേക്കുള്ള വഴിയിലൂടെ വീണ്ടും നീങ്ങുകയായി. ഇതുവഴിയാണ് ഇതുവരെ നാം വന്നത്. താഴേക്ക് നോക്കുമ്പോൾ ചെങ്കുത്തായ പാതയാണ്. വനാന്തരീക്ഷത്തിന് നടുവിലൂടെയുള്ള ഈ വിജനമായ പാതകൾ കയറി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. ഇത് കയറുന്ന വഴിയാണ്. ഇത് നമ്മൾ യാത്ര തുടരുന്ന വഴിയാണ്. നമ്മളിപ്പോൾ പാണ്ഡവൻ പാറ അടുത്തെത്താറായിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പ്രകൃതിയുടെ ദൃശ്യഭംഗികൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കുന്നും മലകളും ഗ്രാമങ്ങളും ഒക്കെയായി വളരെ മനോഹരമായ ദൃശ്യം നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. ചെങ്കുത്തായ പാതകളും ചെങ്കുത്തായ മലമടക്കുകളും ഈ വഴി കയറി വേണം നമുക്ക് വീണ്ടും പാണ്ഡവൻ പാറയിലേക്ക് എത്താൻ. ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയായി. ലക്ഷ്യമൊന്നു മാത്രം, പാണ്ഡവൻ പാറ. തുടർന്നുള്ള യാത്രയിൽ മുന്നോട്ട് കയറുമ്പോൾ ഇട സൈഡിലായിട്ട് ഒരു കാവ് കാണും. ആ കാവിൽ വന്ദിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പാണ്ഡവൻ പാറ ഇനി ഒരുപാട് അകലെയല്ല, അടുത്ത. ഞങ്ങളിവിടെ എത്തിയത് ഒരു 12 മണിക്ക് ശേഷമാണെങ്കിലും രാവിലെയും വൈകിട്ടും നിരവധി ആളുകൾ വന്നു കയറുന്ന സ്ഥലമാണ്. ദൃശ്യചാരുതയിൽ മനോഹരത നിറഞ്ഞതിനാൽ ഈ യാത്രയിൽ ക്ഷീണം തോന്നുകയേയില്ല. ഇതാണ് പാണ്ഡവൻ പാറ. നമ്മൾ പാണ്ഡവൻ പാറയുടെ മുകളിലെത്തിക്കഴിഞ്ഞു. പാറ കയറി വരുമ്പോഴേ നമുക്ക് ആ ക്ഷേത്രവും കൊടിമരവും കാണാം. അതിനോടൊപ്പം പ്രകൃതിയുടെ വിശാലമായ ഭംഗിയും കാണാം. അങ്ങകലെയായി കാണുന്നത് തെമ്മല ഡാമാണ്.
തെമ്മല ഡാമും ഒറ്റക്കൽ ലുക്കോട്ടും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പ്രശസ്തമായ കൊല്ലം ചെങ്കോട്ട റെയിൽ പാതയും ഒക്കെ നമുക്കിവിടെ ദർശിക്കാവുന്നതാണ്. ഉച്ച സമയമായതിനാൽ പാറയിൽ നല്ല വെയിലാണ്. പക്ഷേ ശക്തമായ കാറ്റും മനോഹരമായ കാഴ്ചകളും സഞ്ചാരികൾക്ക് എന്നും കൗതുകമുടുത്തുന്ന ഒന്നാണ് പാണ്ഡവൻ പാറ. വനവാസകാലത്ത് പാണ്ഡവരുടെ ഉള്ളിൽ താമസിച്ചെന്നും ആ സമയത്ത് അവരുടെ ശിവനെയും പാർവതിയും പൂജിച്ചിരുന്നുവെന്നും അങ്ങനെയാണ് ഈ ക്ഷേത്രമുണ്ടായതെന്നുമൊക്കെയാണ് ഐതിഹ്യമാലയിൽ. ഈ ക്ഷേത്രത്തിന് മറ്റൊരു അത്ഭുതമാണ് പൂജാരയുടെ വെളിപ്പെടുത്തുന്ന ശങ്കരൻ ശങ്കരി എന്ന 2 വണ്ട്. പക്ഷേ രാവിലെയും വൈകിട്ടും പൂജാവിളിയിലല്ലാതെ നമുക്ക് ആ ഭാഗ്യം ദർശിക്കുവാൻ സാധിക്കുന്നത്. എങ്കിലും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വളരെ പ്രശസ്തമായ കൊല്ലം ചെങ്കോട്ട റെയിൽ പാതയാണ് ആ ദൂരതയിൽ കാണുന്നത്. കിലോമീറ്റർ അകലെയായി ട്രെയിൻ കടന്നു പോകുന്ന ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. അങ്ങകലെയായി ഒരു വെള്ള നൂല് പോലെ കിടക്കുന്ന പാത കാണാം. അതാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത. ഈ പാറയുടെ താഴെയാണ് ഒറുവെന്ന റെയിൽവേ സ്റ്റേഷൻ, ചെറിയ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ട്രെയിൻ അവിടെ നിർത്തുന്നതായിട്ട് കാണില്ല. പക്ഷെ നമുക്ക് ട്രെയിൻ കടന്നു പോകുന്ന രംഗം മനോഹരമായി കാണാൻ സാധിച്ചു. അത് മറ്റൊരു അത്ഭുതമാണ്.
ഒരു മഞ്ഞച്ചേറിയെ പോലെ ഉറുകുന്ന സ്റ്റേഷൻ ലക്ഷ്യമാക്കി പായുകയാണ് കൊല്ലം ചെങ്കോട്ട ട്രെയിൻ. ഫോറസ്റ്റ് ഏരിയ മാത്രമല്ല, നിരവധി വളവും തിരിവുള്ളതും ഉണ്ടാകാം. ഈ ഭാഗത്ത് ട്രെയിൻ സഞ്ചരിക്കുന്നത് വളരെ സാവധാനമാണ്. നിരവധി അത്ഭുതങ്ങളുടെ കലവറയാണ് ഉറുകുന്ന പാണ്ഡവൻപാറ. പക്ഷേ സമയപരിമിതി മൂലം നമുക്കെല്ലാ ദൃശ്യങ്ങളും ക്യാമറയിലൊക്കെ എടുക്കാൻ സാധിക്കില്ല. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഉറുകുന്നതിൻ്റെ ഇതുവരെയുള്ള എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ തുടർന്നുള്ള സഹകരണവും പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. ഈ യാത്ര ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. യാത്രകൾ ഇനിയും തുടരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞു നന്ദി. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.